ഹായ് ഹലോ എല്ലാവർക്കും ഷാരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കിയേക്കുന്നത് ഒരല്പം എരിവൊക്കെയുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള പൊട്ടറ്റോ സ്മൈലിയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വേണ്ട സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചത്, 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചതാണ്. പിന്നെ ബ്രെഡ് ക്രംസ്, അത് ഏകദേശം 3/4 കപ്പോളം ഉണ്ട്. പിന്നെ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തത് നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം കോൺഫ്ലവർ ഇടാം. ഇപ്പം നിങ്ങൾ എടുക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കോൺഫ്ലവർ ഇട്ട് അത് നല്ല കട്ടിയാക്കി എടുക്കാം കേട്ടോ. ഇനി ബ്രെഡ് ക്രംസ് ഇടാം. പിന്നെ അതിനുശേഷം ഉപ്പ്, അതിനുശേഷം മുളക് പൊടി. ഒക്കെ എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. ഞാനൊരു കുറച്ചൊരു എരിവുള്ളതാണ് ഉണ്ടാക്കിയേക്കുന്നത്. കുരുമുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ടിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെ അളവ് നമുക്ക് കുറയ്ക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ഒരു 30 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ എടുത്തതാണിത്. ഇതിപ്പോൾ ഒരു പരന്ന എന്തെങ്കിലും പ്ലേറ്റിലോ ഇതുപോലെ കട്ടിംഗ് ബോർഡിലോ നമുക്കിങ്ങനെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. കൈ കൊണ്ട് പ്രസ് ചെയ്താൽ മതി. അതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ പരത്തിയെടുക്കുക. തീരെ കനം കുറയ്ക്കാൻ പാടില്ല, കുറച്ച് കനം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് കുക്കി കട്ടറാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് വെച്ചിട്ടും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ചെറിയ ചെറിയ റൗണ്ട് പീസാക്കി എടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ഒന്ന് പ്രസ് ചെയ്താൽ അത് നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. ആ ഫുൾ നമുക്കിതുപോലെ പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന മാവ് നമുക്ക് വീണ്ടും ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. ഇതുപോലെ ബാക്കി ഭാഗങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് മാറ്റാം. നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ് കൊണ്ട് ചെയ്താലും മതി. കുക്കി കട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല, ചെറിയ ഗ്ലാസ് കൊണ്ട് ചെയ്താലും മതി. ഓക്കെ, നമ്മളതെല്ലാം എടുത്തു. ഇത് നമുക്ക്
സ്മൈലിക്ക് എന്താ വേണ്ടേ? 2 കണ്ണ്, ഒരു ഇത്രയെല്ലാം ആവശ്യമുള്ളൂ. ഒരു സ്ട്രോ വച്ചിട്ട് ഇതുപോലെ കണ്ണിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ? കണ്ണായി. ഇനി എന്താ വേണ്ടേ? വായി. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂൺ വച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. നല്ല സ്മൈലി ആയില്ലേ? അതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കറക്കി എടുക്കുക. അപ്പോഴേ കറക്റ്റ് ആ ഷേപ്പിൽ വരുള്ളൂ. സ്പൂൺ വെച്ചിട്ട് നമുക്ക് 2 സൈഡിലേക്കും ഇങ്ങനെ ഒന്നാക്കിയാൽ കറക്റ്റ് ചിരിക്കുന്ന മുഖം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഞാനത് ഇതുപോലെ എല്ലാം അങ്ങനെ സ്മൈലിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പം ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ആണ്. ഇതിലേക്ക് നമുക്കിടാം. എല്ലാം ഇതുപോലെ ഇടുക. ഒരു സൈഡ് ഏകദേശം ഒരു 3/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ തിരിച്ചിടുക. ആദ്യമേ തന്നെ തിരിച്ചിട്ടാൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കണ്ടില്ലേ? നമ്മുടെ സ്മൈലി റെഡിയായി. എളുപ്പമല്ലേ? അപ്പം നിങ്ങൾ ഈ സ്പൈസി സ്മൈലി ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.